മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ എൻ്റെ ബികോം പാസ്സായ കാര്യം അറിയുന്നത്. സോ എനിക്ക് അത്ര ഒരു ഫ്രീഡം അവർ തന്നു. അവർ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാനും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനിങ്ങനെ ഒരു ആക്ടറാകുന്നു. എനിക്കങ്ങനെ ഒരു ആക്ടറാകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് അങ്ങനെ ഒരു ആക്ടറാകാനുള്ള ഒരു തരത്തിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നുമില്ല. നമ്മളൊരു ധൈര്യത്തിൻ്റെ മുകളിൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്താണെന്നൊന്നും അറിയാതെ പോയി അഭിനയിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയായി ഇതാ ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ അതേ സ്വാതന്ത്ര്യം എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിരുന്നു, ഞാനും സുചിയും. അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ യാത്രകൾ ചെയ്യാം, അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ തീരുമാനങ്ങളും നല്ല ഞാൻ പറയുന്നത്, അത്രയും ഫ്രീഡം ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അപ്പുവിനൊന്നും ഒരു സിനിമയിൽ വരണമെന്ന് ഒരാഗ്രഹമില്ലാത്ത ആളായിരുന്നു. അയാൾ സിനിമയിൽ വന്നു. അതൊരു കാലത്തിൻ്റെ നിയോഗം പോലെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. മായും പക്ഷേ ഇവർ രണ്ടുപേരും, ഇപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത്. അത് അന്ന് എൻ്റെ മകനും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായി. ഇതാണ് മായും ആ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ അവർക്ക് അതിനോടുള്ളൊരു ഇൻക്ലിനേഷൻ